മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണിത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വാക്യം തന്നെയാണത്. എന്നാൽ നാം അവിടെ മനസ്സിലാക്കേണ്ടതായ ഹല്ലേലൂയ ഒരു കാര്യം. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവത്തെക്കുറിച്ച് യാക്കോബ് പറയുകയാണ്, ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ വികാരം, ഹല്ലേലൂയ, സുവിശേഷത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് സുവിശേഷത്തിനകത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. കാരണം കർത്താവ് ലാസറിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ അവരോടൊപ്പം നിന്ന് കണ്ണുനീർ വാർത്തു, കരഞ്ഞു. ഹല്ലേലൂയ. അവൻ ഉറക്കെ നിലവിളിച്ചു, അവന് വിശന്നു, ദാഹിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു വികാരമാണ്. എന്നാൽ യാക്കോബ് ഇവിടെ പറഞ്ഞത് അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. താൻ നിലവിളിച്ചതായിട്ടും താൻ ദാഹിച്ചതായിട്ടും തനിക്ക് വിശന്നതായിട്ടും താൻ കരഞ്ഞതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ദൈവത്തിന് വികാരമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഹല്ലേലൂയ സാധാരണ നിലയിൽ ഹല്ലേലൂയ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു പ്രതിസന്ധിക്കോ ഒരു പ്രതികൂലത്തിനോ ഹല്ലേലൂയ അവനിൽ നേരിടുന്ന കഷ്ടതയ്ക്കോ രോഗത്തിൽ നിന്നുകൊണ്ടോ ഹല്ലേലൂയ പലപ്പോഴും ഒരു മനുഷ്യൻ ഹല്ലേലൂയ പലപ്പോഴും വികാര പ്രകടനങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. ഹല്ലേലൂയ. അതെന്ത് നമ്മളിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ നമുക്ക് പ്രത്യാശ വയ്ക്കാൻ ഹല്ലേലൂയ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിലാണ്. ആമേൻ. എന്നാൽ കർത്താവ് നിലവിളിച്ചതും കർത്താവ് കരഞ്ഞതും ഹല്ലേലൂയ സാധാരണ മനുഷ്യൻ കരയുന്നത് പോലെയല്ല. ഹല്ലേലൂയ പ്രത്യാശ ഇല്ലാത്ത കണ്ണുനീരല്ല. ആമേൻ. പ്രത്യാശയുടെ കണ്ണുനീരാണ്, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. ഹല്ലേലൂയ. ലാസറിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ എൻ്റെ സഹോദരൻ മരിച്ചുപോയി, ഇനി അവൻ ജീവിക്കത്തില്ല, ഇനി ഒരു ജീവിതമില്ല, ഹല്ലേലൂയ സകലതും തീർന്നു പോയി എന്നുള്ള ആ സങ്കടത്തിൽ നിന്നുകൊണ്ടും ആ ദുഃഖത്തിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയ അവർ നിലവിളിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തൻ്റെ പിതാവ് ഹല്ലേലൂയ ആ ലാസറിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന ആ ദിവ്യമായ ആ കരുണയെയും കുറിച്ച് ആ സ്നേഹത്തെയും കുറിച്ച് ഹല്ലേലൂയ അവനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ ഈ ഒരു സങ്കട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവനെ ഉയർപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഹല്ലേലൂയ ആ വിശ്വാസത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഹല്ലേലൂയ ആ കണ്ണുനീരാണ്, ആ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് ഹല്ലേലൂയ കർത്താവായ യേശുവിൽ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ വികാര പ്രകടനങ്ങളല്ല, ഹല്ലേലൂയ പ്രത്യാശയുടെ ഒരു സന്തോഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ആ ലാസറിനോട് ദൈവം കാണിക്കുന്ന ആ കരുണയെക്കുറിച്ചും ആ പിതാവ് ഹല്ലേലൂയ ആ സാഹചര്യത്തിൽ ആ ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് ഹല്ലേലൂയ താൻ സന്തോഷിക്കുകയാണ്. തൻ്റെ ഹൃദയം കൊണ്ട് താൻ ആനന്ദിക്കുന്ന ഹല്ലേലൂയ ഇമോഷനാണ് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ സാധാരണ മനുഷ്യൻ പ്രത്യാശയില്ലാത്ത ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഹല്ലേലൂയ ആ പ്രത്യാശയ്ക്കോ ഹല്ലേലൂയ ആ ഭംഗം വരാത്ത ഹല്ലേലൂയ ഒരു മനുഷ്യനെ പോലെ അല്ല ഹല്ലേലൂയ അവിടെ വികാര പ്രകടനങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ നമ്മൾ കാണുന്നത്. അത് സന്തോഷത്തിൻ്റെയാണ്, പ്രത്യാശയുടെയാണ്. ഹല്ലേലൂയ വെളിപ്പെടാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർത്തുള്ള ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ് ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് സുവിശേഷങ്ങളിൽ കർത്താവ് യേശുവിൽ വെളിപ്പെട്ട വികാരങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ ആ വികാരങ്ങൾ മാത്രമാണ് കർത്താവിനുള്ളത്. ഹല്ലേലൂയ സാധാരണ നിലവാരത്തിൽ ഹല്ലേലൂയ നമ്മൾക്ക് രോഗത്തെക്കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഓർത്തുള്ള കണ്ണുനീരല്ല. ഹല്ലേലൂയ ആ വികാരങ്ങൾ ഹല്ലേലൂയ ദൈവത്തിനില്ല എന്നുള്ളതാണ് ഹല്ലേലൂയ യഥാർത്ഥ സത്യം. ഹല്ലേലൂയ അതാണ് യാക്കോബായ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണിക്കാൻ ഹല്ലേലൂയ കണ്ടത്. എന്നാൽ അടുത്ത വാക്യം
അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സത്യത്തിൻ്റെ വചനത്തിലാണ് ഹല്ലേലൂയ ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ജനിച്ചതല്ല, ദൈവം നമ്മെ സത്യത്തിൻ്റെ വചനത്താൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീതിയാൽ ഹല്ലേലൂയ ആണ് ഹല്ലേലൂയ ദൈവം നമ്മളെ ജനിപ്പിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിലല്ല നാം ജനിച്ചത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ് ഹല്ലേലൂയ നാം തുറന്നു വീണത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മെ തൻ്റെ വചനത്താൽ ജനിപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആ വചനമയച്ച ദൈവം നമ്മെ വിടുവിക്കുവാനും ഹല്ലേലൂയ ആ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ ഉറപ്പാണ് ഹല്ലേലൂയ നമ്മിൽ വേണ്ടത്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ആമേൻ. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ ചൊല്ലി, ഒരു വിഷയത്തെ ചൊല്ലി ഹല്ലേലൂയ നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വളരെ നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ഉറക്ക നിലവിളിയോടും അയ്യം വിളിച്ചും ഒക്കെ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ട്. കാരണം ഹല്ലേലൂയ പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉറക്കെ നിലവിളിക്കണം, ഹല്ലേലൂയ, ഉറക്കെ കരയണം, ഹല്ലേലൂയ, ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിക്കണം, ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിനകത്ത് നാം കാണുന്നത് ഹല്ലേലൂയ മഗ്ദലന കാര്യത്തെ മറിയോട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും സുവിശേഷത്തിനകത്ത് ഹല്ലേലൂയ യായിറോസിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ 4 വശത്തും ഹല്ലേലൂയ നിലവിളിയോടെ ഹല്ലേലൂയ നിന്നിരുന്ന ആ സഹോദരിമാരെ, അല്ലെങ്കിൽ ആ വ്യക്തികളെ ഹല്ലേലൂയ കർത്താവ് അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ നിലവിളിയോടെ ഹല്ലേലൂയ ആ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ വളരെ നിലവിളിയോടെ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. വളരെ ഇമോഷണലി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്നവരെ കർത്താവ് ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ആ നിലവിളി, കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതിനെ നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്തു, ഹല്ലേലൂയ നിങ്ങളതിനെ സ്ഥിരീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഹല്ലേലൂയ ആ കണ്ണുനീരെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസവും ഹല്ലേലൂയ കണ്ണുനീരും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. കാരണം നിങ്ങൾ കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും എൻ്റെ പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുടെ ആധാരം ഇമോഷൻ അല്ല, ദൈവപ്രവൃത്തിയുടെ ആധാരം വിശ്വാസമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഹല്ലേലൂയ, എന്നാൽ ദൈവത്തിന് ആ വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. ഗതിഭേദത്താലുള്ള ഹല്ലേലൂയ കാലഗതികൾ മാറുന്നതിനനുസരിച്ച് ഹല്ലേലൂയ പ്രപഞ്ച സൃഷ്ടികൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച്, സമയങ്ങളും കാലങ്ങളും നാഴികകളും മാറുന്നതിനനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. മനുഷ്യർ പലപ്പോഴും സമയത്തെ പേടിക്കുമെങ്കിലും, കാലങ്ങളെയും നാഴികകളെയും ഹല്ലേലൂയ പേടിക്കുന്നുവെങ്കിലും, ആമേൻ, ഹല്ലേലൂയ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ വികാര പ്രകടനങ്ങൾ വെളിപ്പെടുമ്പോഴും ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ എന്നാൽ അവൻ അങ്ങനെ ഒരു വികാരമില്ല. ഹല്ലേലൂയ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ദൈവത്തിനില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞത് ഹല്ലേലൂയ യായിറോസിന്റെ ഭവനത്തിനകത്ത് നിന്നുകൊണ്ടിരുന്ന കരഞ്ഞ ആ കണ്ണുനീരിനെ ഹല്ലേലൂയ കർത്താവ് പുറത്താക്കുകയും ചെയ്തത്. മഗ്ദലന കാര്യത്തെ മറിയയോട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവൻ വിളിച്ചു ചോദിച്ചത്, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതികൂലമായ ഹല്ലേലൂയ ഒരു മരണത്തെ പോലും ജയിച്ച് ഞാൻ വന്നിരിക്കുക. ഇനി നീ എന്തിനാ കരയുന്നത്? ഹല്ലേലൂയ ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് ഹല്ലേലൂയ സകല ജഡത്തിൻ്റെ മേലും പകരുമ്പോൾ ഹല്ലേലൂയ ഇനി നീ കണ്ണുനീരിലല്ല, ഹല്ലേലൂയ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ നന്ദിയുള്ള ഒരു ഹൃദയമുള്ളവരാക്കി ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക, പ്രാർത്ഥിക്കുക അത്ര ചെയ്യേണ്ടത്. ഹല്ലേലൂയ ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ല. ഹല്ലേലൂയ കാലങ്ങളെക്കുറിച്ചും നാഴികകളെക്കുറിച്ചുള്ള ആച്ഛാദനങ്ങളില്ല. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് പത്രോസിന്റെ ലേഖനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ പത്രോസിന്റെ ലേഖനത്തിന് നമുക്ക് കാണാൻ പറ്റും 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഹല്ലേലൂയ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പീൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കാലങ്ങളെയും നാഴികകളെയും കുറിച്ചും ഹല്ലേലൂയ താൻ ഭയപ്പെടാത്തതിൻ്റെ കാരണം തക്ക സമയത്ത്
ഹല്ലേലൂയ. പ്രപഞ്ചശക്തിക്കോ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കോ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ആ ദൈവിക വാഗ്ദത്തത്തെ തെറ്റിക്കുവാൻ കഴിയത്തില്ല. ആ സമയത്തെ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. കാരണം തനിക്കൊരു ബോധ്യമുണ്ട്, ഹല്ലേലൂയ എൻ്റെ പിതാവ് തക്ക സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ആ ബോധ്യമാണ് ഹല്ലേലൂയ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ അവനില്ലാത്തതിൻ്റെ കാരണം. ഹല്ലേലൂയ വികാര പ്രകടനങ്ങൾ ഹല്ലേലൂയ അവനില്ലാത്തതിൻ്റെ കാരണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് ഹല്ലേലൂയ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ അവൻ്റെ ആത്മാവ് നമ്മിൽ ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ വെളിപ്പാടിനാൽ ഹല്ലേലൂയ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞതാണ്, ഹല്ലേലൂയ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. ആമേൻ, ഹല്ലേലൂയ. നമുക്കത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ആമേൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു, ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കുക അത്രയും വേണ്ടത്. അപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് 6-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 4:6 പറയുന്നത്, ഹല്ലേലൂയ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ അറിയിക്കുക അത്രേ വേണ്ടുന്നത്. ഹല്ലേലൂയ. അപ്പം 4:6 പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ സ്തോത്രത്തോടു കൂടെ അറിയിക്കുക അത്രേ വേണ്ടുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. അപ്പം ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ആ സന്തോഷത്തിൽ നിന്നുകൊണ്ടും ആ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നുകൊണ്ട് വേണം ഹല്ലേലൂയ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ കണ്ണുനീരോടല്ല, ഹല്ലേലൂയ സന്തോഷത്തോടു കൂടെ. ഇതാണ് ഹല്ലേലൂയ ദൈവിക വെളിപ്പാടും ദൈവത്തിൻ്റെ ഹൃദയവും. ഹല്ലേലൂയ ഇതേപോലെ ഈ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ ഭയക്കാതെ ഇമോഷൻസ് വെളിപ്പെടാതെ ഹല്ലേലൂയ നിങ്ങൾ ദൈവിക സന്തോഷത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഹൃദയത്തിൽ ആ സ്തോത്രത്തോടു കൂടെ ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് അറിയിക്കത്രേ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.